അറബിക്കടലിലെ താപനില കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതനുസരിച്ച ചുഴലിക്കാറ്റുകളുടെ എണ്ണം കൂടുകയാണെന്നും വ്യക്തമാക്കുന്ന മറ്റൊരു പഠനം കൂടി പുറത്തു വന്നിരിക്കുന്നു. മലപ്പുറം താനൂർ കേപുരം സ്വദേശി ആകാശ്, ഗൈഡ് പ്രൊഫസർ സംഖി മിൻ, പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ ശാസ്ത്രജ്ഞരായ ഡോക്ടർ MK റോക്സി, ഡോക്ടർ KP സൂരജ് എന്നിവരുടേതാണ് പുതിയ പഠനം. ദക്ഷിണ കൊറിയയിൽ നടക്കാനിരിക്കുന്ന ബാക്കോ ഇന്റർനാഷണൽ കോൺഫറൻസിൽ പഠനം അവതരിപ്പിക്കും. അന്താരാഷ്ട്ര ജേർണലായ വെതർ ആൻഡ് ക്ലൈമറ്റ് എക്സ്ട്രീംസിൽ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1981 മുതൽ 2020 വരെയുള്ള കാലാവസ്ഥയെ വിലയിരുത്തിയാണ് ഈ നിഗമനത്തിലേക്ക് ഇവരെത്തിയത്. 1981 മുതൽ അറബിക്കടലിലെ താപനില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനനുസരിച്ച് ചുഴലിക്കാറ്റുകളും കൂടുന്നുണ്ട്. ഇന്ത്യയെ മാത്രമല്ല, പാകിസ്ഥാൻ, ശ്രീലങ്ക, അറബിക്കടൽ തീരത്തെ മറ്റ് അറേബ്യൻ രാജ്യങ്ങൾ എന്നിവയെല്ലാം ബാധിക്കുന്നതാണിത്. അറബിക്കടലിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത്. 2017 ഓഖിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലും 800-ലധികം ആളുകൾ മരിച്ചു. ഹരിതഗ്രഹവാതകങ്ങളുടെ പുറംതള്ളലാണ് കടൽ ചൂടാവുന്നതിന് പ്രധാന കാരണമെന്ന് പഠനം പറയുന്നു. അതേസമയം സംസ്ഥാനത്ത് ചൂട് കൂടുകയാണ്. കൂടുതൽ പേർക്ക് സൂര്യതാപമേൽക്കുന്നു. പത്തനംതിട്ട, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 3 പേർക്ക് സൂര്യതാപമേറ്റു. കോഴിക്കോട് ആനയാംകുന്നിൽ സുരേഷിന് പൊള്ളലേറ്റു. വാഴത്തോട്ടത്തിൽ പോയി വരുമ്പോഴാണ് കഴുത്തിൽ സൂര്യതാപമേറ്റത്. മലപ്പുറം തിരൂരങ്ങാടി ചെറുമുക്കിൽ മധ്യവയസ്കന് സൂര്യതാപമേറ്റു. ഹുസൈൻ എന്ന 44-കാരനാണ് പൊള്ളലേറ്റത്. ഉച്ചയ്ക്ക് 12 മണിയോടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഹുസൈന് വലത് കൈയിലും കഴുത്തിലും സൂര്യതാപമേറ്റത്. പത്തനംതിട്ട കോന്നിയിൽ ഒരാൾക്ക് സൂര്യതാപമേറ്റു. കോന്നി ഗ്രാമപഞ്ചായത്ത് അംഗം KG ഉദയനാണ് ഉച്ചയ്ക്ക് 12:30 സൂര്യാതാപമേറ്റത്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇങ്ങനെ: ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് പൊതുജനങ്ങൾ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പരമാവധി ശുദ്ധജലം കുടിക്കുക. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ORS ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയിടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കുക. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മറ്റേതെങ്കിലും കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവർ ജോലി സമയം ക്രമീകരിക്കുക. ജോലിയിൽ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തുക. ഉച്ചവെയിലിൽ കന്നുകാലികളെ മെയ്യാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കുക. കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി പോകാൻ പാടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.